അർജുൻ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ആ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. തിരുവനന്തപുരത്ത് നിന്നും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. തൃശൂർ കാലടിയിൽ പാമ്പ് കടിയേറ്റൊരു കുഞ്ഞ് മരിച്ച വാർത്ത പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇതാ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചെന്ന ദാരുണമായ ഒരു വാർത്ത കൂടി വരുന്നു. തിരുവനന്തപുരത്ത് ചിറയൻകീഴാണ് സംഭവം. ദീക്ഷൽ എന്നാണ് കുട്ടിയുടെ പേര്. ദീക്ഷൽ ഉറങ്ങുന്നതിനിടെയാണ് പാമ്പ് കടിച്ചതെന്ന് അറിയുന്നു. വീട്ടിനുള്ളിൽ നിന്നും മൂർഖൻ പാമ്പിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂർ കോടാലിയിൽ കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചതിന്റെ ഞെട്ടൽ മാറും മുമ്പെയാണ് ഈ വാർത്ത ഇപ്പോൾ വരുന്നത്. സാന്ത്വന സജു ഉണ്ട്. സാന്ത്വന സജു, എപ്പോഴായിരുന്നു ഈ സംഭവം? കിടക്കയിൽ നിന്ന് തന്നെയാണോ ദീക്ഷലിനും കുഞ്ഞു ദീക്ഷലിനും കടിയേറ്റത്? അരുൺ, കിടക്കയിൽ നിന്ന് തന്നെയാണ് ഈ കുഞ്ഞു ദീക്ഷലിനും കടിയേറ്റിരിക്കുന്നത് എന്നുള്ള പ്രാഥമികമായ വിവരം തന്നെയാണ് നമുക്കിപ്പോൾ അവരുടെ ബന്ധുക്കളിൽ നിന്നും അടുത്ത വീട്ടിലുള്ള ആളുകളിൽ നിന്നുമൊക്കെ തന്നെയും മനസ്സിലാകുന്നത്. ഈ സംഭവം നടന്നിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 4 മണിയോടുകൂടിയാണ്. തിരുവനന്തപുരം ചിറയൻകീഴിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. 4 മണിയോടുകൂടി തന്നെ കുഞ്ഞ് ഉണർന്നെണീറ്റ് എൻ്റെ കാലിൽ എന്തോ കടിച്ചു എന്ന മാതാപിതാക്കളോട് പറയുകയാണ് ചെയ്തത്. പിന്നാലെ തന്നെ അവർ ഉടനെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ആദ്യം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. പക്ഷേ അതിനുശേഷമാണ് ഈ കുഞ്ഞിന്റെ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടെത്തി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മൂർഖൻ പാമ്പ് കടിച്ചു തന്നെയാണ് കുഞ്ഞിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന ദാരുണമായ സംഭവത്തിന്റെ ആ ഒരു മുറിവ് ഇപ്പോഴും മാറിയിട്ടില്ല. അതിന് പിന്നാലെയാണ് മറ്റൊരു 8 വയസ്സുകാരൻ കൂടി ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം കടിയേറ്റ കാര്യം കുഞ്ഞ് തന്നെയാണ്. കാലിൽ എന്തോ കടിച്ചു ഉറങ്ങിക്കിടക്കുകയായിരുന്നു. കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞാണ്. അച്ഛനും അമ്മയ്ക്കും ഒപ്പം കുഞ്ഞ് തന്നെയാണ് 4 മണിയായപ്പോൾ ഇവരെ വിളിച്ച് തന്റെ കാലിൽ എന്തോ കടിച്ചു എന്നുള്ള കാര്യം മാതാപിതാക്കളോട് പറയുന്നത്. ഉടൻ തന്നെ അവർ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ തന്നെ പാമ്പ് കടി ഏറ്റതാണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഉടൻ തന്നെ അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ 8 വയസ്സുകാരനായ ദീക്ഷലിനെ മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോഴേക്കും കുഞ്ഞിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള പ്രാഥമിക വിവരം അനുസരിച്ച് കുഞ്ഞ് ഈ പാമ്പ് കടിയേറ്റ് അതിന്റെ വേദനയിൽ എഴുന്നേറ്റപ്പോഴാണോ വീട്ടുകാർ ഈ വിവരം അറിയുന്നത്? അതോ അതിനു മുമ്പ് എപ്പോഴെങ്കിലും ആണോ ഈ കുഞ്ഞ് ഉറങ്ങിക്കിടന്നപ്പോൾ തന്നെ പാമ്പ് കടിച്ചിരുന്നു എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? മൂർഖനെയാണ് അവിടെ നിന്ന് പിടിച്ചതെന്ന് അറിയുന്നു. അതെ അരുൺ, മൂർഖൻ പാമ്പിനെയാണ് ഇപ്പോൾ കുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. കുഞ്ഞ് തന്നെയാണ് ഈ കാര്യം പറഞ്ഞത്. കാരണം സ്വാഭാവികമായിട്ടും 4 മണി സമയമാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. കുഞ്ഞും അച്ഛനും അമ്മയും ഒക്കെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയത്ത് കുഞ്ഞ് തന്നെയാണ് കാലിൽ എന്തോ കടിച്ചു എന്നുള്ള കാര്യം വീട്ടുകാരോട് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺ, ഈ മൂർഖൻ പാമ്പൊക്കെ കടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേദനയും നീറ്റലും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ തൃശ്ശൂരിലെ മരണം സംഭവിച്ചതിന് പിന്നാലെ തന്നെ നമ്മൾ ഈ പാമ്പുമായി അടുത്ത് ഇടപഴകുന്ന ഈ ആളുകളോട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അവർ തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ മൂർഖൻ പാമ്പ് മറ്റൊക്കെ കടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയ അസഹനീയമായ വേദന ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്കത് അറിയാൻ പറ്റും. മറ്റു ചില പാമ്പുകൾ കടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം അതിന് വളരെ ചെറിയ പല്ലായിരിക്കും. അപ്പോൾ നമുക്ക് അത് ആ സമയത്ത് അറിയണമെന്നില്ല. പിന്നീട് നമ്മൾ ബോധരഹിതരായി വീഴുമ്പോഴോ ആശുപത്രിയിൽ എത്തുമ്പോഴോ ഒക്കെ ആയിരിക്കും പാമ്പ് കടി ഏറ്റതാണെന്നുള്ള കാര്യം മനസ്സിലാകും. പക്ഷേ നേരെ മറിച്ച് ഈ മൂർഖൻ പാമ്പാണ് കടിക്കുന്നതെങ്കിൽ കൃത്യമായി നമുക്കത് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ആ കുഞ്ഞത് അറിഞ്ഞിട്ടുണ്ട്. 8 വയസ്സുകാരനാണെങ്കിൽ സ്വാഭാവികമായും പാമ്പ് വന്ന് കാലിൽ കടിച്ചപ്പോൾ ആ കുഞ്ഞത് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അച്ഛനോടും അമ്മയോടും തന്റെ കാലിൽ എന്തോ ഒന്ന് കടിച്ചത്. തീർച്ചയായിട്ടും ദീക്ഷൽ എന്ന 8 വയസ്സുള്ള കുഞ്ഞനെയാണ് ഇപ്പോൾ പാമ്പ് കടിച്ച വാർത്ത വരുന്നത്. ആ കുഞ്ഞ് മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. വേറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. തൃശ്ശൂരിൽ കൊടാലിയിൽ ഒരു കുഞ്ഞിനെ പാമ്പ് കടിച്ചു മരിച്ച വാർത്തയും ഞെട്ടലോട് കൂടിയാണ് നമ്മൾ കേട്ടത്. അവിടെയും കുഞ്ഞിന് കിടക്കയിൽ നിന്നാണ് കടിയേറ്റത്. ആ സമയത്ത് ഒരു വെള്ളിക്കെട്ടൻ്റെ കുഞ്ഞാണ്, അഥവാ ശംഖുവരയൻ്റെ കുഞ്ഞാണ് കൊടാലിയിൽ കുഞ്ഞിനെ കടിച്ചതെങ്കിൽ ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് ഒരു മൂർഖനാണ് കിടക്കയിൽ തന്നെ 8 വയസ്സുള്ള കുഞ്ഞിനെ കടിച്ചിരിക്കുന്നത്. കുഞ്ഞ് തന്നെയാണ് അമ്മയോട് എഴുന്നേറ്റ് ഈ വിവരം പറയുന്നതും. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞു ദീക്ഷലിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. 8 വയസ്സ് മാത്രമേ ഉള്ളൂ കുഞ്ഞിന്. വളരെ സങ്കടപ്പെടുത്തുന്ന വിഷയമാണ്. ദീക്ഷൽ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. രാത്രിയിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഉറങ്ങാൻ കിടന്ന 8 വയസ്സുള്ള കുഞ്ഞ് പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ മൂർഖൻ പാമ്പ് കടിയേറ്റ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കുഞ്ഞ് മരിച്ചിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നല്ല ചൂട് കാലാവസ്ഥയായതുകൊണ്ട് തന്നെ പറമ്പിൽ നിന്നൊക്കെ പാമ്പ് ഇറങ്ങി വീടിനുള്ളിലേക്ക് വരികയും കിടക്കയ്ക്കരികിലും കട്ടിലിനടിയിലും ഒക്കെ പോയി ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഇത് 3ാമത്തെ വാർത്തയാണ് പാമ്പ് കടിയേറ്റുള്ള മരണം. 2ാമത്തെ കുഞ്ഞാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു 4 ദിവസത്തിനുള്ളിൽ നഷ്ടപ്പെടുന്നത്. വല്ലാത്തൊരു ഭീതി ഉണ്ടാക്കുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് പല തരത്തിൽ ഈ പാമ്പുകൾ ഉള്ളിൽ വരാം. ഒന്നുകിൽ എലിയെ പിന്തുടർന്ന് വരുന്ന പാമ്പുകളുണ്ട്, അതല്ലെങ്കിൽ
ഈ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഈ പൂച്ചയൊക്കെ പിടിച്ചകത്തുകൊണ്ട് വരും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കിളിയൊക്കെ ഈ പാമ്പിനെ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടിടുന്നതായിട്ടും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടും പറമ്പും ഒക്കെ പരമാവധി സുരക്ഷിതമായിട്ട് വെക്കാൻ ശ്രമിക്കൂ. ഇതെന്താണ് സംഭവിച്ചതെന്നറിയില്ല. വീടിനുള്ളിൽ കിടക്കയിലാണ് ഈ മൂർഖൻ പാമ്പ് വന്ന് ഈ കുഞ്ഞിനെ കടിച്ചത്. പാമ്പ് കടിച്ച വിവരം കുഞ്ഞു തന്നെയാണ് വീട്ടിൽ പറയുന്നതും വീട്ടുകാരുടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവിടെ സാന്ത്വന നമുക്കൊപ്പം ഉണ്ട്. സാന്ത്വന, തൃശ്ശൂരിൽ കൊടാലിയിൽ ചികിത്സ കൊടുക്കാൻ അല്പം വൈകിയിരുന്നു. കാരണം അന്ന് അവോക്കാഡോ ജ്യൂസ് കുടിച്ച് അതിൻ്റെ ഭക്ഷ്യവിഷബാധയാണോ എന്നാണ് ആദ്യഘട്ടത്തിൽ സംശയിച്ചത്. അതുകൊണ്ട് കുറച്ച് സമയം അവിടെ എടുത്തു. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല. കടിച്ച ഉടൻ ഈ കുഞ്ഞ് വിവരം അറിയിച്ച ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ എന്നിട്ടും ജീവൻ രക്ഷിക്കാനായില്ല, അല്ലേ? അത് തന്നെയാണ് അരുൺ. ഈ കുഞ്ഞിന് കടിച്ച ഉടൻ തന്നെ തൻ്റെ കാലിൽ എന്തോ കടിച്ചിട്ടുണ്ട്, കടിയേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കുഞ്ഞിന് മനസ്സിലായത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തന്നെ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അച്ഛനോടും അമ്മയോടും കാലിൽ എന്തോ കടിച്ചു എന്നുള്ള വിവരം പറയുക തന്നെയാണ് ചെയ്തത്. ഉടൻ തന്നെ ആദ്യം അവർ കൊണ്ടുപോയത് ഇവരുടെ വീടിനടുത്ത്, ഇവരുടെ ചിറയൻകീഴ് തന്നെയാണ് ഇവരുടെ വീടിനടുത്തുള്ള ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പാമ്പുകടി ഏറ്റതാണ് എന്നുള്ള കാര്യം മനസ്സിലായത്. അവർ തന്നെ ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 ആശുപത്രിയിൽ സമയത്തിന് തന്നെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ് അരുൺ. തൃശ്ശൂരിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമാണ് എന്ന് തോന്നുന്നു അരുൺ ചിറയൻകീഴിലെ കാര്യം. കാരണം ഈ കുഞ്ഞിന്റെ വീട് അത്ര അടച്ചുറപ്പുള്ള ഒരു വീടായിരുന്നില്ല എന്നാണ് പ്രാഥമികമായി നമുക്കിപ്പോൾ അവിടെയുള്ള ആളുകളിൽ നിന്നും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. കാരണം ഒരു കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എങ്കിലും സാന്ത്വന തുടരാവുന്നതാണ്. സാധാരണ ഈ വെള്ളിക്കെട്ടൻ കടിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് മൂർഖൻ കടിക്കുന്നത് എന്ന് നേരത്തെ സാന്ത്വന പറഞ്ഞിരുന്നു. അത് ശരിയാണ്. താനും വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. വെള്ളിക്കെട്ടൻ കടിക്കുന്ന സമയത്ത് കുഞ്ഞ് ആ സമയത്ത് അറിഞ്ഞിട്ടില്ല. കാരണം വെള്ളിക്കെട്ടൻ കടിച്ചാൽ അങ്ങനെ പെട്ടെന്ന് അവിടെ ഒരു വേദനയോ നെഞ്ചുവേദനയോ ഒന്നും മൂർഖനും മണ്ഡലിയൊക്കെ കടിക്കുന്നത് പോലെ അനുഭവപ്പെടാനുള്ള സാധ്യതയില്ല. കുഞ്ഞു പല്ലായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അവിടെ രക്തം കിനിയണമെന്നുമില്ല. പിന്നീടാണ് വളരെ പെട്ടെന്ന് രക്തം കയറി ഈ വിഷം കയറി പിടിക്കുന്നത്. ആ അസ്വസ്ഥതയിലാണ് കുഞ്ഞുണർന്ന് വയ്യ എന്ന് പറയുന്നത്. ആ സമയത്ത് ഭക്ഷ്യവിഷബാധയാണെന്നാണ് കരുതിയത്. അനുജനും കടിയേറ്റു എന്നുള്ളതാണ്. പിന്നീടാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും ഈ കടിയേറ്റ വിവരം ഡോക്ടർമാരാണ് തിരിച്ചറിയുന്നതും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ തിരുവനന്തപുരത്ത് ചിറയൻകീഴ് ദീക്ഷാൽ എന്ന കുഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ മൂർഖൻ കടിക്കുന്നു.